ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ കടലുണ്ടി ബീച്ചിൻ്റെ വിശേഷങ്ങളായിരുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് ചാലിയം ബീച്ചിലേക്കാണ്. കടലുണ്ടിയിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചാൽ നമുക്ക് ചാലിയം ബീച്ചിൽ എത്തിച്ചേരാം. ചാലിയം ടൗണിൽ നിന്നും വലത്തോട്ട് തിരിയുന്ന ഈ റൂട്ടിലൂടെ പോയാൽ നമുക്ക് ഫറോക്കിലെത്തിച്ചേരാം, അതുവഴി കോഴിക്കോട്ടേക്കും. പക്ഷേ നമുക്ക് പോകേണ്ടത് നേരെയാണ്. ചാലിയാർ പുഴ അറബിക്കടലിനോട് സംഗമിക്കുന്നത് ഇവിടെ വെച്ചാണ്. ഈ അഴിമുഖത്തിൻ്റെ തെക്ക് ഭാഗം ചാലിയവും വടക്കേ ഭാഗം ബേപ്പൂരുമാണ്. ഇവിടെയുള്ള ജങ്കാർ സർവീസ് ഉപയോഗിച്ച് നമുക്ക് കോഴിക്കോട് പട്ടണത്തിലേക്ക് വളരെ എളുപ്പം എത്തിച്ചേരാവുന്നതാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമാണ് പ്രവേശനം. നമ്മൾ നേരെ പോകുന്നത് പുലിമുട്ടിൻ്റെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തുള്ള വ്യൂ പോയിന്റിലേക്കാണ്. ഇവിടെ വരെയാണ് ഇരുചക്ര വാഹനവുമായി നമുക്ക് വരാവുന്ന പരമാവധി ദൂരം. ഇവിടുന്ന് അങ്ങോട്ടുള്ള കുറച്ച് ദൂരം നമ്മൾ നടന്നു തന്നെ പോകണം. വ്യൂ പോയിന്റിൽ നിന്നും കരയിലേക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് നേരെ ബീച്ചിലേക്ക്. രണ്ടായിരത്തി 24 ചാലിയം ബീച്ച് നമ്മൾ ഈ കാണുന്ന രൂപത്തിൽ നവീകരിച്ചത്. നല്ല രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സർക്കാർ തലത്തിൽ ഒരു കാര്യം എത്ര നന്നായി ചെയ്താലും പൊതുജന പങ്കാളിത്തമില്ലാതെ അത് നല്ല രീതിയിൽ മുൻപോട്ട് പോകില്ല എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്ന മാലിന്യങ്ങൾ.
സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ബീച്ച് ഒന്നുകൂടി സുന്ദരി. അടുത്ത വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ ബൈ.